ജാതി ചിന്തകൾ ജാതിയേത് ജാതിയേത് ജാതിഭേദ ചിന്തകൾ മാറ്റിടേണം മാറിടേണം മാറിടട്ടെ ചിന്തകൾ ഈ ജാതി ചിന്തകൾ. ചെറുമനില്ല ചെറുമില്ല ചെറുതും വലുതും ജാതിയില്ല. ചെറുമനില്ല ചെറുമില്ല ചെറുതും വലുതും ജാതിയില്ല. ഒരു പൊരുളിൻ അർത്ഥമുള്ള ഒരു പൊരുളിൻ അർത്ഥമുള്ള ഒരേ ഒരു മാനവർ നമ്മൾ ഒരേ ഒരു മാനവർ. ജാതിയേത് ജാതിയേത് ജാതിഭേദ ചിന്തകൾ മാറ്റിടേണം മാറിടേണം മാറിടട്ടെ ചിന്തകൾ ഈ ജാതി ചിന്തകൾ. തീണ്ടിടാത്ത കുറവു ചൊല്ലും കൂട്ടരില്ല. തൊട്ടിടാത്ത തീണ്ടിടാത്ത കുറവു ചൊല്ലും കൂട്ടരില്ല. നവശബ്ദം ഉയർന്നിടുന്നു നവശബ്ദം ഉയർന്നിടുന്നു ഒരേ ഒരു മാനവർ നമ്മൾ ഒരേ ഒരു മാനവർ. സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നമസ്കാരം. കഴിഞ്ഞ 5000 വർഷങ്ങൾക്ക് മേലായി നമ്മുടെ നാടായ ശ്രീ മഹാഭാരതത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തം, അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന ചാതുർവർണ്ണത്തിൽ തുടങ്ങിയ അടിമത്തം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അത് ജാതി അടിമത്തമായി മാറി. ബ്രിട്ടീഷുകാർ 300 വർഷം ഭരിക്കുന്നതിന് മുമ്പ് ജാതിയോ ജാതി ചിന്തയോ നമ്മുടെ നാട്ടിലില്ലായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ നാടിന്റെ സംസ്കാരമായ സനാതന ധർമ്മം എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് സത്യം വദ, സത്യം മാത്രമേ പറയാവൂ. ധർമ്മം ചര, അവനവന്റെ ധർമ്മം അവനവന്റെ കർമ്മം ആചരിക്കണം. അതിഥി ദേവോഭവ, അതിഥിയായി വരുന്നവനെ ദേവനായി കണ്ട് തന്നെ പോലെ സമാരാധനായി ആരാധിച്ച് ജീവിക്കണം. ഇതായിരുന്നു നമ്മുടെ ധർമ്മം. ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണ, ഈ തത്വമായിരുന്നു ശ്രീ മഹാഭാരതത്തിന്റെ സംസ്കാരം. ആദ്യകാലം സൃഷ്ടിയുടെ തുടക്കം മുതൽ വാമന അവതാരം വരെ എല്ലാവരും മനസ്സിലാക്കണമത്. വാമന അവതാരത്തോടു കൂടി നമ്മുടെ നാട്ടിൽ അടിമത്തം ഉദിച്ചു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 100% ബ്രാഹ്മണർ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കേവലം 3% മാത്രം തൊടാൻ പറ്റുന്ന ബ്രാഹ്മണരും 97% തൊട്ടുകൂടാൻ പാടില്ലാത്ത ശൂദ്രന്മാരാണെന്ന് വിധിച്ച് തെരഞ്ഞിട്ടാണ് അവർ പോയിരിക്കുന്നത്. പല പല വിധികൾ ബ്രിട്ടീഷ് ഇന്ത്യൻ കോടതികൾ ഇവിടെ വിധിക്കുകയുണ്ടായി. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിന്റെ പിൻഗാമിയാണ് നമ്മുടെ ഭരണഘടന. മനസ്സിലാക്കണമത്. ജാതി ചിന്ത എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? പുൽച്ചെടി വൃക്ഷങ്ങൾക്കും ജന്തുപക്ഷി മൃഗാദികൾക്ക് വിളയ്ക്കും മാത്രം പറയാവുന്നതാണ് ജാതി. ആന, കുതിര, കരടി, പശു ആദിയായ വർഗങ്ങളുണ്ട്, സ്പെഷീസ് ഉണ്ട്. അവിടെ തരം തിരിച്ചറിയാൻ ജാതി പറയാം. മനുഷ്യന്റെ ഇടയിലോ മനുഷ്യനല്ലാതെ രണ്ടാമതൊന്ന് സൃഷ്ടിയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ആരെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? എങ്ങനെ പിന്നെ
ഈ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിലനിൽക്കും? നമ്മുടെ ഭരണഘടനയിൽ ജാതി വ്യവസ്ഥ എങ്ങനെ നിലനിൽക്കും? ഇന്നത്തെ നമ്മുടെ ഭരണഘടനയിലുള്ള ഷെഡ്യൂൾ ട്രൈബ് ഭരണഘടനയ്ക്ക് മുമ്പുള്ള സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പുള്ള തൊട്ടുകൂടാൻ പാടില്ലാത്ത ശൂദ്രന്മാരാണെന്ന് നമ്മുടെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി കിടക്കുകയാണ്. അറിയാമോ അത്? ഇനിയും കേട്ടുകൊള്ളൂ. ഹിന്ദുവിസത്തിൽ നിന്നുടലെടുത്ത നമ്മുടെ എല്ലാം പിതാമഹനായ ആദിപിതാവായ മനുവിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച ജാതി വിഷം ഇന്ത്യയുടെ പേരിലുള്ള ഏറ്റവും വലിയ ശാപമാണെന്ന് നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധിയല്ല, പല വിധികളിലൂടെ കിടക്കുകയാണ്. 68 വർഷങ്ങളായി സ്വാതന്ത്ര്യം കിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കുകയില്ല. കാരണം മനുഷ്യനെ മൃഗമായി കാണുന്ന ചിന്തയാണ് ജാതി വ്യവസ്ഥ. തുച്ഛം ചില ആൾക്കാർ 8, 10, 15 ശതമാനം വരുന്നാൽ നിങ്ങൾ ഞാനുമുണ്ട്. നമ്മളെല്ലാവരും ആ 10-15% വരുന്നവരാണ്. ബാക്കിയെല്ലാം തൊട്ടുകൂടാത്ത അധകൃത ശൂദ്രന്മാരാക്കിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇത് അടിമത്തമാണ്. മനസ്സിലാക്കണം, അടിമത്തം. നമ്മൾ സ്ലേവറി എന്ന് പറയുമല്ലോ. ലോകമെമ്പാടും അടിമത്തം അവസാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ കേട്ടോളൂ. 1857 അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു, അവിടുത്തെ അടിമകൾ വീട് മാതിരിയോ വസ്തു മാതിരിയോ ആണ്. അവർക്ക് യാതൊരു അവകാശവുമില്ല. തളച്ചിട്ടിരിക്കുന്നവരാണ്, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരാണ്. അതേസമയം ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുകയായിരുന്നു. അടിമത്തത്തിൽ നമ്മളെല്ലാം നമ്മുടെ പൂർവികരെല്ലാം അടിമകളാക്കി. അതിന്റെ സന്താനങ്ങളാണ് നമ്മൾ. ലോകമെമ്പാടും അടിമത്തം അവസാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയിൽ ആ അടിമത്തം എങ്ങനെ പിന്തുടരാം അതിന് കണ്ടുപിടിച്ച നമ്മുടെ തന്നെ പൂർവികരായ ചില ക്രൂക്സ് ആൻഡ് ക്രിമിനൽസ് ബ്രിട്ടീഷുകാരോട് ചേർന്ന് ചെയ്ത് കൊണ്ടുവന്ന സംഗതിയാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥ. ഇത് വിളിച്ചറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാം കാണിച്ചുകൊണ്ട്, എല്ലാ ജഡ്ജ്മെന്റ്സും കാണിച്ചുകൊണ്ട് വളരെ വിശദമായി നമ്മുടെ ഭരണകൂടത്തിന് നവംബർ 30, 2013 ശാസനാരൂപേണ നോട്ടീസ് ഞാൻ കൊടുത്തതാണ്. ശാസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? എല്ലാ വ്യക്തികൾക്കുമുള്ള അവകാശമാണ്. അതിനാണ് പറയുന്നത് വിശ്വാവകാശം, വിശ്വാധികാരം, വിശ്വകടമ. എല്ലാ വ്യക്തികൾക്കും ഇത് ഞാൻ കയ്യിലെടുത്തത് സമൂഹത്തിന് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി. അത് എല്ലാം കാട്ടിക്കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഞാൻ നോട്ടീസ് കൊടുത്തതാണ്. 13 മാസം, അതായത് ഡിസംബർ 31, 2014 ഇന്ത്യയിലുള്ള സർവാനുപേരെയും ബ്രാഹ്മണരായി ഡിക്ലെയർ ചെയ്യണം. കാര്യം നീചത്വം പാടില്ല, ഇവിടെ ഉച്ചത്വം മാത്രമേ പാടുള്ളൂ. 2 ഭരണഘടന അമെൻഡ് ചെയ്ത് ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള എല്ലാ ഭരണങ്ങളിൽ നിന്ന് മാറ്റിയിരിക്കണം. കേൾക്കുകയില്ല അവർ. കാരണം അവർക്ക് ജാതി വേണം. ജാതി വിഷം കുത്തിവെച്ച് വിളിക്കുകയാണ്. ഇന്നും ഓരോ കൂട്ടങ്ങളായിട്ട് വിളിക്കുകയാണ്. വരൂ, ഷെഡ്യൂൾ കാസ്റ്റ് പിടിച്ചോ, ഷെഡ്യൂൾ ട്രൈബ് പിടിച്ചോ, എന്നിട്ട് സംവരണവും പിടിച്ചോ. മനസ്സിലാക്കണം, നമ്മുടെ ജനത മനസ്സിലാക്കണം. മനുഷ്യൻ മൃഗമല്ല. ഞാൻ ഈ ദൈവസന്നിധിയിൽ നിന്ന് പറയുകയാണ് നിങ്ങളോട്. സൃഷ്ടികർത്താവായ ശ്രീ ബ്രഹ്മദേവനെ സാക്ഷി നിർത്തിയാൻ പറയുകയാണ്. അച്ഛന്റെ മുന്നിൽ മക്കൾ അവർക്ക് ഉച്ചനീചത്വമുണ്ടോ? അവർക്ക് വ്യത്യാസമുണ്ടോ? പറയണം. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടികർത്താവായ ശ്രീ ബ്രഹ്മദേവന്റെ 9 അടി ഉയരവും 900 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുള്ള പഞ്ചഭൂതാത്മകമായ 5 തലയുള്ള ശ്രീ ബ്രഹ്മദേവന്റെ പഞ്ചലോഹ വിഗ്രഹമായിട്ടാണ് നമ്മുടെ ഭാരതയാത്ര. ഇതുകൂടെ മനസ്സിലാക്കണം. 5 തലയുണ്ടായിരുന്ന ശ്രീ ബ്രഹ്മദേവനെ സൃഷ്ടികർത്താവിനെ 4 തലയാക്കി, നാൽമുഖനാക്കി. നമ്മുടെ നാട്ടിൽ 5 തലകൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഓരോ തലയും ഓരോ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളില്ലെങ്കിൽ സൃഷ്ടി നടക്കുമോ? നമ്മൾ പോലും പഞ്ചഭൂതാത്മകമാണ്. പിന്നെ എങ്ങനെ 4 തലകളുള്ള ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തി? 5000-ൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച് പോകുന്ന ജനതയാണ് നമ്മുടേത്. നിർത്തലമത് എല്ലാവരും മനസ്സിലാക്കണം. മനുഷ്യന്റെ ഇടയിൽ ജാതി വേണ്ട, ജാതി പാടില്ല. ഒരു കാര്യം കൂടെ പറയുകയാണ്, എല്ലാവരും ശ്രദ്ധ വെച്ച് കേൾക്കണം. സ്ത്രീ നമ്മുടെ അമ്മയാണ്, സഹോദരിയാണ്, പരമോന്നത ദൈവമായി ആചരിച്ച സമ്പ്രദായമാണ് നമ്മുടെ ശ്രീ മഹാഭാരതം. സ്ത്രീക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ വില? സ്ത്രീയെ ശൂദ്രന് സമമായി ശൂദ്രനായി കൽപ്പിച്ച് മനുസ്മൃതി തിരുത്തി എഴുതിയ നാടാണ് നമ്മുടെ നാട്. മനുവിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ച ജാതി വ്യവസ്ഥ, അതുമാതിരി സ്ത്രീക്ക് ശൂദ്രത്വം തൊട്ടുകൂടായ്മ കൽപ്പിച്ചിരിക്കുന്ന നാടാണ് നമ്മുടേത്. ഇതെല്ലാം മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ നാടായ ഇന്ത്യയിൽ ശ്രീ മഹാഭാരതത്തിൽ ഒരു ക്ഷേത്രത്തിലും ഒരു മനുഷ്യനും വിശ്വാസിയായി വരുന്ന ഏതൊരു വ്യക്തിക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. എല്ലാ മതിൽ കെട്ടുകളും പൊട്ടിച്ചിരിക്കുന്നു. ഇനി മേലാൽ നാം കെട്ടുപോകരുത്. താഴ്ന്ന ജാതിക്കാരൻ വന്നു, അതുകൊണ്ട് പുണ്യാഹം നടത്തും. ഇതെല്ലാം അസംബന്ധമാണ്, അനാചാരങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ്.
മനുഷ്യനെ മൃഗമായി കാണിക്കാനുള്ള തത്വചിന്തകൾ ആരോ ക്രൂരന്മാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. മാറ്റണം നമുക്കത്. എല്ലാവരും നമ്മോട് സഹകരിക്കണം. ജാതി ചിന്തയോ ജാതി എന്നുള്ള വ്യവസ്ഥയോ ഇതെല്ലാം ഒഴിവാക്കണം. നമ്മോട് സഹകരിക്കുക. നന്ദി, നമസ്കാരം. ജാതിയേത് ജാതിയേത് ജാതിഭേദ ചിന്തകൾ മാറ്റിടേണം, മാറിടേണം, മാറിടട്ടെ ചിന്തകൾ. ഈ ജാതി ചിന്ത